സർക്കാരിനും CPM-നുമെതിരെ ആഞ്ഞടിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധം തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡ് ഇറക്കി കളിച്ചു. ഒരു സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ കളിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതി. ജമാഅത്തെ ഇസ്ലാമി കാർഡ് ഇറക്കി ജയിക്കാമെന്ന തന്ത്രം പാളി. ചില വ്യക്തികളെ കൊണ്ട് വർഗീയത പറയിപ്പിച്ചു. CPM BJP-യുടെ അവസ്ഥയിലേക്ക് പോയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മീഡിയ വൺ നേതാവ് നിലപാട് പരിപാടിയിലായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുണ്ടാകുന്ന കടുത്ത ഒരു മടുപ്പുണ്ടല്ലോ. ഇനി അവരെന്ത് പ്രോമിസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളിനി ഈ കമ്മ്യൂണിസം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മളും BJP-യുടെ മാതിരി വർത്തമാനം പറയണം എന്ന സ്ഥിതിയിൽ അവരെത്തിയിരുന്നു. അതിനെന്തിനാ അവർ പാർട്ടി BJP അവർ പിന്നെ ഒക്കെ ഒരേപോലെ ആയി കഴിഞ്ഞാൽ ആ സ്ഥിതിയിലെത്തി. ഒരു ഭൂരിപക്ഷ വർഗീയത കഴിയുന്നത്ര ഊർപ്പിച്ച് വിടാൻ നോക്കി ഒരു വലിയ ശ്രമം നടത്തി നോക്കി. വളരെ താഴോട്ട് പോയി, താഴ്ന്ന നിലയിലായി. ആ ഒരു പിന്നെ കാർഡ് കളി, ഭൂരിപക്ഷ വർഗീയ കാർഡ് കളി, അത് ചില വ്യക്തികളെ കൊണ്ടൊക്കെ പച്ച വർഗീയത വിളമ്പിക്കുക, ഒരു സംഘടനയെ ചാരിക്കൊണ്ട് ഇസ്ലാമോഫോബിയ എന്ന കാർഡ് വെച്ച് ഈ തവണ പഞ്ചായത്ത് ഇലക്ഷൻ കടക്കാം എന്നാണ് അവർ കരുതിയത്. UDF അടിത്തറ വികസിപ്പിക്കണമെന്നതാണ് ലീഗിന്റെ നയമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസ് ആണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. നിയമസഭാ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്ത് പുതിയ പാർട്ടികളെ കൊണ്ടുവരും. PV അൻവറിനെ കൂടെ കൂട്ടണമെന്നാണ് UDF ധാരണ. അൻവറിന് നിയമസഭാ സീറ്റ് നൽകുന്നതടക്കം ചർച്ച ചെയ്യുമെന്നും PK കുഞ്ഞാലിക്കുട്ടി മീഡിയ വണ്ണോട് പറഞ്ഞു. ഞങ്ങളുടെ പൊതുവിലുള്ള തത്വം UDF-ന്റെ അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷെ മുന്നണിയിലേക്ക് ഏതെങ്കിലും മതേതര പാർട്ടി കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വെൽക്കം ചെയ്യണം, അത് വിട്ടുവീഴ്ച ചെയ്ത് കൊണ്ടുവരണം. അതിൽ കേരള കോൺഗ്രസ് പിന്നെ മാണി ഗ്രൂപ്പും പെടും. അപ്പോൾ അതുകൊണ്ട് ഇനി മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ്സാണ് മുന്നണിയെ ലീഡ് ചെയ്യുന്ന പാർട്ടി. അല്ലാതെ UDF ചർച്ച ചെയ്തിട്ടുണ്ട്. UDF ചർച്ച ചെയ്ത് കണ്ടത് ആ കാര്യത്തിൽ എടുത്ത സമീപനം എന്ന് പറയുന്നത് അൻവറിനെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അസ്ലം, നേരത്തെയും ലീഗ് പറഞ്ഞിട്ടുള്ളതാണ് CPM വർഗീയ കാർഡ് ഇറക്കുന്നു, ആ രീതിയിലാണ് CPM പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ഉം ലീഗിനെതിരെ അതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മലപ്പുറത്ത് പ്രത്യേകിച്ചും ലീഗ് വർഗീയത പ്രചരിപ്പിച്ചു, ഇതൊക്കെ CPM-ന്റെ തോൽവിക്ക് കാരണമായി എന്നുള്ളത്. എന്നിങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി ഈ രണ്ട് വിഷയങ്ങളെയും വിശദീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വളരെ വിശദമായി തന്നെ ഒരുപക്ഷെ കുറച്ച് തുറന്ന് തന്നെ CPM-ന്റെ നയസമീപനങ്ങളെ PK കുഞ്ഞാലിക്കുട്ടി എടുത്ത് വിമർശിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ചാരി നിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയ പടർത്തി അങ്ങനെ ഒരു വർഗീയ കാർഡ് ഇറക്കി വിജയിക്കാമെന്നതായിരുന്നു CPM-ന്റെ തത്വം. അത് പൂർണ്ണമായും പാളി. മലപ്പുറത്തും പാളി, മാത്രമല്ല സംസ്ഥാനത്തുടനീളം അത് പാളി എന്ന് അദ്ദേഹം പറയുന്നു. വെള്ളാപ്പള്ളിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ചിലരെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായ വർഗീയ പ്രസംഗങ്ങൾ നടത്തി, വലിയ പ്രഭാഷണങ്ങൾ നടത്തി, അതിൻ്റെ ഒരു ലിവറേജ് എടുക്കാൻ വേണ്ടി മലപ്പുറത്താണെങ്കിലും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ശ്രമിച്ചു. ഇത് എല്ലാ തലങ്ങളിലും, അത് മധ്യ തിരുവിതാംകൂറിലാണെങ്കിലും കോട്ടയം ഉൾപ്പെടെയുള്ള മറ്റു ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായ സ്ഥലങ്ങളാണെങ്കിലും മലപ്പുറത്തും എല്ലാം പൂർണ്ണമായി തന്നെ പരാജയപ്പെട്ടു എന്ന് കൃത്യമായി പറഞ്ഞു. ഇതുമായി മുന്നോട്ട് ഇനി മാത്രമല്ല ഇത്തരം ഒരു ചാപ്പ കുത്തുന്ന സംഗതിയിൽ നിന്നും മുസ്ലിം ലീഗ് എന്തായാലും വലിയ ആത്മവിശ്വാസം, ഇനി എന്തായാലും മുസ്ലിം ലീഗിനെതിരെ അത്രയും ചാപ്പ കുത്താൻ കഴിയില്ല. വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയും. ഒരു പരിധിയെ കടന്ന് അദ്ദേഹം പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി സഹകരിച്ച് തന്നെ ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നുവരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആ അർത്ഥത്തിൽ എന്തായാലും ഇനി ഈ ചാപ്പക്കുത്തലിനെ എന്തായാലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആരും അംഗീകരിക്കില്ല എന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം എത്തിയെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗിന് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ കൈയിട്ട് വാരുക അല്ലെങ്കിൽ കൂടുതൽ അവകാശവാദി ഉന്നയിക്കുക എന്നതിലേക്കല്ല, ഭരണത്തിലെത്തുന്ന രീതിയിലേക്ക് നടപടിയിലേക്ക് പോകും. മുന്നണി വികാസം ഉണ്ടാവും. മുന്നണി വികാസത്തിൽ സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൂടുതൽ പാർട്ടികളെ, കേരള കോൺഗ്രസ് ഉൾപ്പെടെ PV അൻവർ ഉൾപ്പെടെയുള്ള പാർട്ടികളെ മുന്നണിയിൽ കൂട്ടി തന്നെ കൊണ്ടുപോകും. ഒരു തരത്തിൽ സമവായത്തിലേക്ക് തന്നെ പോകും. വേറൊരു പാർട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിന് കൃത്യമായി തന്നെ ലീഗ് ഉൾപ്പെടെ അതിന് അനുകൂലമായി തന്നെ മുന്നോട്ട് പോകുന്ന അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കുറിച്ച്, കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി. പണ്ട് നിലവിൽ തന്നെയുള്ള ഒരു പരാതി കോൺഗ്രസിന് അടിത്തറയില്ല, താഴെത്തട്ടിൽ പ്രവർത്തനമില്ലാതായിരുന്നു. അതേസമയം അടിത്തറ വന്ന് തിരിച്ചുവരേണ്ട പാതയിലാണ് കോൺഗ്രസിന്റെ അടിത്തറ വന്നു. ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടിയായി മാറിയില്ലെങ്കിൽ പോലും ഒരു അച്ചടക്കമുള്ള പാർട്ടി എന്ന നിലയിലേക്ക് കോൺഗ്രസ് വന്നു.
കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ കുറിച്ചും അദ്ദേഹം എടുത്ത് പറയുന്നത്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് വി ഡി സതീശൻ നിലപാടുകൾ തുറന്നു പറയുന്ന അല്ലെങ്കിൽ പിന്നെ ധാരണകളുള്ള ഒരാളെന്ന തരത്തിലേക്ക് ഒരു കഴിവ് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഉയർന്നു വരികയാണ്. കൂടുതൽ ജനാധിപത്യ ഭാവം കൂടി വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ശക്തമായ ലീഡർഷിപ്പ് കോൺഗ്രസിന് വരുന്നതാണ് ശരിക്കും നല്ലത് എന്ന അർത്ഥത്തിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം UDF വിപുലീകരണമാണല്ലോ. ജോസ് കെ മാണി വിഭാഗത്തെ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF എടുക്കണമെന്നുള്ളൊരു ആവശ്യം ഒരു ഭാഗത്ത് ശക്തമായി വരുന്നു. പക്ഷേ ജോസഫ് വിഭാഗം അതിന് സമ്മതം മൂടുന്നില്ല, മാത്രമല്ല എതിർപ്പ് അറിയിക്കുകയും ചെയ്യുന്നു. കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വവും അതിനോട് എതിർപ്പ് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ മുസ്ലിം ലീഗ് മുന്നണി വിപുലീകരിക്കണം, അടിത്തറ വിപുലീകരിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് നിലവിലെ പല പ്രശ്നങ്ങളും ഒരു മുന്നണിയിലേക്ക് ഒരു പാർട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഉണ്ടാവും, സ്വാഭാവികമായിട്ടും മറ്റ് പാർട്ടികളുടെ അഭിപ്രായം ഉണ്ടാവും. കോൺഗ്രസിന് തന്നെ ഇക്കാര്യത്തിൽ നിലപാട് രൂപീകരിക്കേണ്ടി വരും. അതേസമയം ഇതെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടും സമവായത്തിലൂടെയും ഒരു പാർട്ടി സ്വാഭാവികമായിട്ടും കടന്നു വരുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിലടക്കം എല്ലാവർക്കും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തന്നെയാണ് UDFന്റെ ഒരു നയം, അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യം തന്നെയാണ് ഉള്ളതെന്ന് കുറച്ചുകൂടി വ്യക്തതയോടെ പറയുകയാണ് PK കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നത്. നിലവിലെ തർക്കങ്ങളെയും എതിരഭിപ്രായങ്ങളെയും തള്ളിക്കളയല്ല, അതേസമയം അതൊക്കെ ഒരു വഴിയുണ്ടാവും, ഒരു സമവായം ഉണ്ടാവും. ആ കാര്യത്തിൽ കോൺഗ്രസ് മുൻകൈ എടുക്കാൻ തീരുമാനിച്ചാൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റു പാർട്ടികൾ കൂടി മുന്നോട്ട് പോകും. അങ്ങനെ കേരള കോൺഗ്രസിനെ മുന്നിലെടുത്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഇപ്പോൾ വിജയിച്ചുകൊണ്ട് നമ്മൾ മതി എന്ന നിലപാട് ഇല്ല എന്ന് തന്നെ ലീഗ് തുറന്നു പറയുന്നുണ്ട്. പകരം എല്ലാ വിഭാഗങ്ങളും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ കൂടെ കൂട്ടി ഭരണത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മുന്നണി എന്ന അർത്ഥത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടയത്താണെങ്കിൽ ആ മേഖലയിൽ കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം PV അൻവർ മലപ്പുറത്ത് വളരെ ക്ലീൻ സ്വീപ്പായ വിജയത്തിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യം PV അൻവർ ഉൾപ്പെടെ അത് MLA സീറ്റ് നിഷാദ് എടുത്ത് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വരുമ്പോൾ MLA സീറ്റ് കൊടുക്കേണ്ടി വരില്ലെന്ന് പറയുമ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ലീഗിനെ PV അൻവറിന്റെ കൂടെ കൂടണം എന്നതിന് ഈ വിജയത്തിൽ പ്രധാനമായ ഘടകങ്ങളെ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ തന്നെ കൂടെ കൂടണം. അതോടൊപ്പം തന്നെ ഈ സമയത്ത് അപ്പുറത്തുണ്ടെങ്കിൽ പോലും കേരള കോൺഗ്രസ് ഉൾപ്പെടെ ഒരു സമവാക്യത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു വിജയിക്കാനുള്ള ഒരു ഫോർമുല എന്ന അർത്ഥത്തിൽ കേരള കോൺഗ്രസ് ഉൾപ്പെടെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന നിലപാട് തന്നെയാണ് പറയുന്നത്. അതിൽ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാണക്കാട് കുടുംബത്തെ മറികടന്നുകൊണ്ട് പോകുന്ന ഏത് നീക്കവും വിജയിക്കില്ല. മുസ്ലിം സംഘടനകളുടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു പൊതുവിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയെ CPM കണ്ടില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ചങ്ങരോത്ത് നടന്ന ശുദ്ധീകരണ വിഷയത്തെ അദ്ദേഹം തള്ളുന്നുണ്ട്. ആ വിഷയത്തിൽ നടപടി ഉണ്ടാവുമെന്ന് കൂടി അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്.